കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളോടൊപ്പമായിരിക്കുവാനായിട്ട് ചില ക്രിസ്മസ് ഗാനങ്ങൾ പാടുവാനായിട്ടൊക്കെ നമുക്ക് ലഭിച്ച വലിയ അവസരത്തെ ഓർത്ത് നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ ആവേശവും സന്തോഷവും കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ, അനേകർ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമ്പോഴും ഹൃദയം നുറുങ്ങി വേദനയോടെ എന്നെ കേൾക്കുന്ന ചിലര് കാണും. അവരോട് ഞാൻ ഇന്ന് രാത്രികാലം സംസാരിക്കുന്നത്. ക്രിസ്മസ് എന്ന് പറയും, ഇതിന് പിന്നാലെ പപ്പക്ഷവും വരുന്നതായിരിക്കും. നമുക്ക് അതിനായിട്ടും കാത്തിരിക്കാം. ചെറിയൊരു സന്ദേശം പറഞ്ഞിട്ട് ഞാൻ ഇരുന്നുള്ളതിനായിട്ട് ആഗ്രഹിക്കുന്നു. നാം ക്രിസ്മസിന്റെ കാലഘട്ടത്തിൽ ഇന്ന് ഈ ബീച്ചിലായിരിക്കുന്ന ഓരോരുത്തരും വളരെ വേദനകളോട് വന്നിരിക്കുന്ന ചിലര് കാണും. ഒറ്റപ്പെടലുകൾ അനുഭവിച്ച് വന്ന ചിലര് കാണും. ഒരുപക്ഷെ നിങ്ങൾ ചിലരെ വിശ്വസിച്ച് അവർ നിങ്ങളെ പറ്റിച്ച് വേദന അനുഭവിച്ച ചിലരെ എന്നെ കേൾക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ഹൃദയം നുറുങ്ങി ഏകാന്തത അനുഭവിച്ച് ശൂന്യത അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടാവും. ഇന്ന് വൈകുന്നേരം ഞാൻ പറയട്ടെ, ക്രിസ്മസ് എന്ന് പറയുന്നത് സന്തോഷം കൊണ്ടാടാനുള്ള ദിവസം മാത്രമല്ല, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥെന്ന് പറയാനുള്ള ദിവസം കൂടാണ്. ക്രിസ്മസ് നമ്മളെ കാണിക്കുന്ന ഒരു വലിയ മർമ്മമുണ്ടെങ്കിൽ, ദൈവം തന്റെ മഹിമകൾ വിട്ട് മനുഷ്യന്റെ വേദനയിലേക്ക് ഇറങ്ങി വന്നതാണ് ക്രിസ്മസ് നമ്മളെ കാണിക്കുന്ന വലിയ സന്ദേശം. ക്രിസ്മസ് എന്ന് പറയുന്നത് വെറും വെട്ടം മാത്രമല്ല, ആഹാരമല്ല, സമ്മാനങ്ങളല്ല, കേക്കുകൾ മാത്രമല്ല. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്കായി ലോകത്തിലേക്ക് അയച്ചു. നമ്മുടെ വേദനയിലേക്ക് ദൈവം തന്നെ ഇറങ്ങി വന്നതാണ് നാം ക്രിസ്മസിൽ മനസ്സിലാക്കുന്നത്. യേശുവിന്റെ ജീവിതം നോക്കിയാലും അവൻ സ്വന്തമായതിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. മനുഷ്യപുത്രന് തല ചായ്പാൻ ഒരു ഇടം പോലും ഇല്ലായിരുന്നു. ഇന്ന് വൈകുന്നേര സമയം അങ്ങനെ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങളെ തൊടുമാറാകട്ടെ. നിങ്ങൾ ഒരുപക്ഷെ ആർക്കും വേണ്ടാത്തവനെ തോന്നിയെന്ന് വന്നേക്കാം, എല്ലാവരും നിന്ദിക്കപ്പെട്ടവനായിട്ട് തോന്നിയേക്കാം, എല്ലാവരും നിങ്ങളെ മറന്നു എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. പക്ഷെ യേശു നിങ്ങളെ അറിയുന്നു. യേശു നിങ്ങളുടെ വേദനകളെ മനസ്സിലാക്കുന്നു. യേശു വളർന്നു വന്നപ്പോൾ നാം കാണുന്നത്, യേശു നടന്നത് ലോകത്തിലെ വലിയ മിടുക്കരോടൊപ്പം അല്ല, വലിയ ശാസ്ത്രിമാരോടൊപ്പം അല്ല, ജ്ഞാനികളോടൊപ്പം അല്ല. പകരം ആരും തൊടുവാൻ ഇഷ്ടപ്പെടാത്ത കുഷ്ഠരോഗിയെ യേശു തൊടുവാനായിട്ട് ഇഷ്ടപ്പെട്ടു. ആരും ഇഷ്ടപ്പെടാത്ത വഴിയരികിൽ ഇരുന്ന് ഭിക്ഷക്കാരെ യേശു സ്നേഹിച്ചു. എല്ലാവരും വിധിച്ച പാപികളെ യേശു ചേർത്ത് പിടിച്ചു. ജീവിതം തകർന്നവരെ യേശു ചേർത്ത് പിടിച്ചു. എല്ലാവരും നിന്ദിക്കപ്പെട്ടവരെ യേശു തള്ളിക്കളയുന്നില്ല. ഇന്ന് വൈകുന്നേര സമയം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹൃദയവേദനയോടെ വന്നിരിക്കുന്നതെങ്കിൽ യേശുവിലേക്ക് വരുവാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ആരെങ്കിലും കണ്ണുനീരോടാണ് ഇന്ന് കടൽ തീരത്തായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു യേശുവിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങളുടെ ഭൂതകാലം ഒന്നും വിഷയമല്ല. ഇപ്പോൾ നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ തയ്യാറാണെങ്കിൽ അവൻ നിങ്ങളെ സ്വീകരിക്കും. യേശുവിന്റെ കാലഘട്ടത്തിൽ ബർത്തിമസ് എന്ന പേരുള്ള ഒരു യാചകൻ, താൻ അന്ധനായിരുന്നു, ദരിദ്രനായിരുന്നു. താൻ വരികിൽ നിന്ന് ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് വിളിച്ചപ്പോൾ ജനങ്ങളെല്ലാം തന്നെ മിണ്ടാതാക്കി, ജനങ്ങളെല്ലാം തന്നെ നിന്ദിച്ചു. പക്ഷെ നാം അവിടെ കാണുന്നത് യേശു ഒറ്റ മനുഷ്യന് വേണ്ടി തിരിഞ്ഞു നോക്കി അവനെ സൗഖ്യമാക്കിയതാണ് നാം കാണുന്നത്. യേശു ആ ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു നുറുങ്ങിയ വ്യക്തിയുടെ കേൾവി, ഒരു നുറുങ്ങിയ വ്യക്തിയുടെ ശബ്ദം യേശു കേട്ടു. ഇന്ന് വൈകുന്നേര സമയം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹൃദയ നുറുക്കത്തോടാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ യേശു നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നു. യേശു നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നു. ഈ യേശു ജനിച്ചു, അതിനുശേഷം വളർന്നു, നമ്മുടെ ഓരോരുത്തരുടെ പാപങ്ങൾക്കായിട്ട് മരിച്ചു. യേശു വഹിച്ചത് എൻ്റെ നിങ്ങളുടെ നിന്ദയാണ്. യേശു വഹിച്ചത് എൻ്റെ നിങ്ങളുടെ വേദനയാണ്. യേശു വഹിച്ചത് നമ്മുടെ ഏകാന്തതയാണ്. യേശു വഹിച്ചത് നമ്മുടെ കണ്ണുനീരാണ്. ഇന്ന് ഹൃദയം നുറുങ്ങി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശു ക്രൂശിൽ പറയുന്ന ഒരു വാക്കുണ്ട്, സകലതും നിവർത്തിയായി. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദന 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു നമുക്ക് വേണ്ടി ചുമന്നിരിക്കുന്നു. ആ യേശുവിൽ വിശ്വസിക്കുവാനായിട്ട്, ആ യേശുവിൽ ആശ്രയിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാണോ? ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മളെ ക്രൂശിലേക്കാണ് നയിക്കുന്നത്. ക്രൂശ് നമ്മളെ പ്രത്യാശയിലേക്കാണ് നയിക്കുന്നത്. ഇന്ന് പ്രത്യാശ അറ്റവരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ യേശുവിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ യേശുവിന്റെ കാലഘട്ടത്തിൽ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിന്റെ അടുക്കലേക്ക് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, കർത്താവ് നിനക്ക് എന്നെ സൗഖ്യമാക്കുവാൻ, എന്നെ ശുദ്ധമാക്കുവാൻ മനസ്സുണ്ടോ?
താൻ സമൂഹത്താൽ നിന്ദിക്കപ്പെട്ടവനാ, താൻ എല്ലാവരാൽ ഒറ്റപ്പെട്ടവനാ. എന്നാൽ അവിടെ യേശു പറയുന്നൊരു മറുപടി, എനിക്ക് മനസ്സുണ്ട്. യേശു മനസ്സുണ്ടെന്ന് പറഞ്ഞ് അവനെ തൊട്ടു സൗഖ്യമാക്കി. ആരും തൊടുവാൻ ഇഷ്ടപ്പെടാത്ത വിഷയങ്ങളിൽ, ആരും കൈവെക്കുവാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ ചില വേദനകളിൽ യേശു തൊടുവാനായിട്ട് ഇഷ്ടപ്പെടുന്നു. ഇന്ന് രാത്രി സമയം എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ എല്ലാവരും നിന്ദിക്കപ്പെട്ട ഒരു വേദന, ആരോടും പറയാൻ കഴിയാത്തൊരു വേദനയാൽ എൻ്റെ മുന്നിലായിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ യേശുവിലേക്ക് ക്ഷണിക്കുന്നു. യേശുവിന്റെ കാലഘട്ടത്തിൽ നാം നോക്കിക്കഴിഞ്ഞാൽ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിനോടൊപ്പം കിടക്കുന്ന ഒരു കള്ളൻ, ആ ക്രൂശിലെ കള്ളനെ സംബന്ധിച്ച് നോക്കിയാൽ താൻ യേശു ഈ ക്രൂശീകരണത്തിലൂടെ അല്ല കടന്നു പോകുന്നത് കാണുന്നുണ്ട്. ഈ കള്ളനെ സംബന്ധിച്ച് നോക്കിയാൽ താനും നിന്ദിക്കപ്പെട്ടവനാ, താനും അഭിമാനിക്കപ്പെട്ടവനാ. എന്നാൽ തനിക്ക് തന്റെ ജീവിതം ക്രമീകരിക്കാൻ സമയം കിട്ടിയില്ല, തനിക്ക് ചില നല്ല പ്രവൃത്തികൾ ചെയ്യാൻ സമയം കിട്ടിയില്ല, തനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സമയം കിട്ടിയില്ല. എന്നാൽ യേശുവെ എന്നെ ഓർക്കണമേ എന്നുള്ള ഒറ്റ നിലവിളി സ്വർഗം കേട്ടതുപോലെ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും പാപത്തിന്റെ വഴികളിലൂടെ നടക്കുന്നുവെങ്കിൽ, പാപത്തിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില അടിമത്തത്തിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, യേശു എന്നെ ഓർക്കണമെന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാണോ? ആരെങ്കിലും തയ്യാറാണോ? കർത്താവേ എന്നെ ഓർക്കണമേ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ഓർക്കണമേ എന്ന് പറയുവാനായിട്ട് ആരെങ്കിലും തയ്യാറാണോ? നമ്മൾ ഹൃദയം നുറുങ്ങിയ അവസ്ഥയിൽ വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. നിങ്ങളെ എല്ലാവരും തള്ളിക്കളഞ്ഞെന്ന് വന്നേക്കാം, പക്ഷെ യഹോവ നിങ്ങൾക്ക് സമീപസ്ഥനാ. നിങ്ങളെ മനസ്സ് തകർന്നവനാണെങ്കിൽ ദൈവം നിങ്ങളോട് അടുത്ത് നിൽക്കുന്നു. ഇന്ന് വൈകുന്നേര സമയം ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്താൽ നുറുക്കപ്പെട്ടവരുണ്ടെങ്കിൽ, ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഗാനം ആരംഭിക്കും, ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും പ്രത്യേക വിഷയങ്ങളായിട്ട് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം. നമ്മുടെ ദേവദാസന്മാരുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. യേശുവിന് പരിഹരിക്കാൻ പറ്റാത്ത യാതൊരു വിഷയവുമില്ല.